രചന ഗംഗോത്രി. ഭാഗം 34. ഗംഗ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചു. കാർത്തി വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരുന്നു. അവളുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ അവനാകെ ടെൻഷനായിരുന്നു. ഉറങ്ങാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഗംഗയ്ക്ക് അറിയാമായിരുന്നു കാർത്തി വിളിച്ചുകൊണ്ടിരിക്കുമെന്ന്. മിക്കവാറും അച്ചമ്മ വരാൻ സാധ്യതയുണ്ട്. അങ്ങോട്ട് കാർത്തി വിളിക്കും. പാവ അച്ചമ്മ. അവൾ വാതിൽ തുറന്നിട്ട് കിടന്നു. എന്നിട്ട് പിറ്റേ ദിവസം കൊണ്ടുപോകാനുള്ളത് എടുത്തു വയ്ക്കുകയായിരുന്നു. ഒരു ചെറിയ പാക്കിൽ 2 ജോഡി ഡ്രസ്സ് എടുത്തു വെച്ചു. അതിനിടയിലാണ് ഉറക്കം വന്നത്. അവൾ വേഗം ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് കിടന്നു. സമയം 1:10 AM. കാലിലൂടെ എന്തോ ഇഴയുന്നത് പോലെ തോന്നിയപ്പോൾ ഗംഗ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. അവൾ വല്ലാതെ ഭയന്നിരുന്നു. റൂമിൽ ഇരുട്ടാണ്. താൻ സ്വപ്നം കണ്ടതാണോ? അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പെട്ടെന്നാണ് വയറിലൂടെ ആരോ തന്നെ ചുറ്റിപ്പിടിച്ചത് അവൾ അറിഞ്ഞത്. ചുമലിൽ ആരുടെയോ നിശ്വാസം. അപ്പോഴാണ് വാതിൽ അടച്ചില്ലായിരുന്നല്ലോ എന്നോർത്തത്. അവൾ പെട്ടെന്ന് കാലുമടക്കി പിന്നിൽ കിടക്കുന്ന ആളെ തൊഴിച്ചു. പിന്നെ വേഗം കുതറി മാറി. ഒറ്റ സെക്കൻഡിൽ അവൾ വട്ടം കറങ്ങി വന്ന് കൈ ആഞ്ഞു വീശി. എന്നിട്ട് വേഗം ചാടി എഴുന്നേറ്റു. പോയി ലൈറ്റ് ഓണാക്കി. ഹാ, ഇടി പിശാചേ, നിന്റെ കൈ ഇരുമ്പാണോ? ഓഹോ, ഇതെപ്പോൾ ലാൻഡ് ചെയ്തു? പെട്ടെന്ന് കാർത്തിയെ മുന്നിൽ കണ്ട് അത്ഭുതത്തിലും സന്തോഷത്തിലും അവൾ ചോദിച്ചു. എൻ്റെ ചെകുത്താൻ ഇമ്മാതിരി പണിയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയൂ. അവൾ വേഗം അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ കവിളിൽ ഉമ്മ വെച്ചു. പോട്ടട ചക്കരേ, ഇമ്മാതിരി തമാശ ചെയ്യാൻ ഞാൻ പറഞ്ഞു. അതല്ല, ഈ സമയത്ത് ഇതെങ്ങനെ ഇവിടെ എത്തി? ആരാ വാതിൽ തുറന്നു തന്നത്? ഗംഗ ചോദിച്ചു. ഞാൻ വിഷ്ണുവിനെ വിളിച്ചു. അവൻ അവൻ്റെ റോപ്പ് താഴേക്കിട്ട് തന്നു. ഈ സമയത്ത് ആരെങ്കിലും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. അവനാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഞാൻ പോരുന്നതിന് മുമ്പ് അവനെ വിളിച്ചിരുന്നു. അപ്പോൾ കേസിൻ്റെ കാര്യം, ഫയൽ പഠിക്കണമെന്നൊക്കെ പറഞ്ഞതോ? നാളെ രാവിലെ പോകണ്ടേ? അതിലും ഭേദം വരാതിരിക്കുന്നതായിരുന്നു. അവൾ പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു. ഫയൽ ഞാൻ കൊണ്ടുവന്നു. നാളെ ഡ്യൂട്ടിയുടെ ഭാഗമായി എനിക്കൊരു യാത്രയുണ്ട്. പ്രതിയെ കണ്ടുപിടിക്കാൻ അവർ ഉള്ളിടത്തേക്ക് പോകണം. അവൻ ജയ്പൂരിലാണെന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചു. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ ജയ്പൂരിലേക്ക് പോകുന്നു. അന്വേഷണത്തിലാണ് കുട്ടി, കാർത്തി പറഞ്ഞു. ഗംഗ വീണ്ടും അവനെ കെട്ടിപ്പിടിച്ചു. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കെട്ടിപ്പിടിക്കേണ്ട. നമുക്ക് കട്ടിലിൽ കിടക്കാം. എന്നിട്ടങ്ങ് പിടിച്ചോ, വിടണ്ട. ലൈറ്റ് ഓഫ് ആക്കണോ? കാർത്തി ചോദിച്ചു. അവൾ നാണത്തോടെ മുഖം പൊത്തി. കാർത്തി ലൈറ്റ് ഓഫ് ആക്കി. എന്നിട്ട് 2 കൈകളും കൊണ്ട് അവളെ കോരിയെടുത്ത് ബെഡിൽ കിടത്തി. പിന്നെ മെല്ലെ അവളോട് ചേർന്ന് കിടന്നു. വേണ്ട മോനെ, വേണ്ട. രാവിലെ യാത്ര പോകാനുള്ളതാ. മര്യാദയ്ക്ക് കിടന്നുറങ്ങ്. അവൻ അവളെ ഇക്കിളിയിടാൻ ശ്രമിച്ചു. അവൾ തല ഉയർത്തി വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ പിടിച്ചു വെച്ചു. രാവിലെ അലാം അടിച്ചപ്പോഴാണ് ഗംഗ ഉണർന്നത്. അവൾ വാഷ്റൂമിൽ പോയി ഫ്രഷായി വന്നതിന് ശേഷമാണ് കാർത്തിയെ വിളിച്ചത്. 9 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. 6 മണിയായപ്പോൾ തന്നെ വിഷ്ണു റെഡിയായി. കാർത്തിയും ഗംഗയും വേഗം താഴേക്ക് ചെന്നു. അപ്പയുടെ അടുത്ത് നിന്ന് യാത്ര പറഞ്ഞതിന് ശേഷമാണ് അവൾ കാറിൽ കയറിയത്. അച്ചമ്മ കാറിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ജോലിക്കാരോട് എല്ലാ കാര്യങ്ങളും പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു. അപ്പയെ വിട്ടു പോകാൻ അവൾക്ക് ആകെ സങ്കടമാണ്. എന്നാലും ഇത് താൻ കാത്തിരുന്ന നിമിഷമാണ്. വർഷങ്ങളായുള്ള കാത്തിരിപ്പ്. അവൾ നിർവികാരതയോടെ പുറത്തേക്ക് നോക്കിയിരുന്നു. കാർത്തി എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അവൾ മറ്റേതോ ലോകത്താണെന്ന് അവനും തോന്നി. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. എന്തു വന്നാലും താൻ കൂടെയുണ്ട് എന്ന് പറയും പോലെ. തുടരും.